അപ്പൊ ഒരു കയ്യടി ആയിക്കോട്ടെ. വെൽക്കം രഞ്ജീവ്. ചാലക്കുടി അല്ലേ? നിങ്ങളൊരു കൂട് വിട്ട് കൂട് മാറുന്നുണ്ട്. അത് വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള 1-2 കലാകാരന്മാർക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു ഇപ്പൊ ജയറാമേട്ടൻ നസീർ സാറായിട്ട് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അതേ ഒരു ക്വാളിറ്റി ഉള്ളൊരു ആർട്ടിസ്റ്റാണ് രഞ്ജീവ്. സാംസ്കാരിക നഗരമായ തൃശൂർ ജില്ലയിൽ നിന്നും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ ശബ്ദാനുകരണ കലയിൽ നിരവധി പ്രൊഫഷണൽ കലാസമിതിയിലൂടെയും വരാൻ പോകുന്ന സിനിമകളിൽ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വേദികളെ ധന്യമാക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുന്നു രഞ്ജീവ് കുമാർ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞ മാതിരി ഇത് പ്രൊഫൈലൊക്കെ ഇട്ടത് നല്ലൊരു കൈയടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആരും തന്നെ കൈയടിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സാൻവിവോ എന്ന് പറയുന്ന ഈ വലിയൊരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും സുഹൃത്തായിട്ടുള്ള നമ്മുടെ സംഗീത ഡോക്ടർ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്താണ്. അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം ജോഷിയേട്ടനാണ് ഒരു ദിവസം പറഞ്ഞിങ്ങനെ ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു കൈവേദനയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വന്നത്. അത് വന്ന് അപ്പോൾ തന്നെ അതങ്ങനെ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് മാറി. അത് അന്ന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. അതിനുശേഷം മുരളിച്ചേട്ടൻ എല്ലാ കലാകാരന്മാരെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സംഗീത ഡോക്ടർ. അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു, വെൽക്കം ചെയ്തതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നല്ല കൈകളിലാണ് ഈശ്വരൻ കൊണ്ടെത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വിഷു ആശംസകളും എല്ലാം നേരുന്നു. അപ്പോൾ ഇവിടെ മഴവിൽ മരവുമ്പോൾ ഞാൻ 5 മിനിറ്റ് കൊണ്ട് 50 പേരുടെ ശബ്ദമാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റില്ലിട്ടുകൊണ്ടാണ് ആ നടന്മാരുടെ ശബ്ദം ചെയ്യുന്നത്. അപ്പോൾ നന്നാവുകയാണെങ്കിൽ ഒഴിവുള്ള കൈകൾ കൂട്ടിയടിക്കുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ പാവം, മരിച്ചവരും മരിച്ചു, ജീവിച്ചിരിക്കുന്ന ഒരു സൂര്യൻ കീർത്തനം വെച്ച കുള്ളം മീശം നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത ദിവസം നമ്മെ തമ്മിൽ കാണുമ്പം നിന്റെ നെയ്യങ്ങ് പോരെടുപ്പണങ്ങ് കാതിർപ്പിള്ളിലേക്ക് നമുക്ക് അവിടെ പന്നിറച്ചും കോഴിച്ചും കൂടാം. ജാവ വളരെ സിമ്പിളാണ്, ബട്ട് പവർഫുൾ ആണ്. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മീശ്വരല്ല ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യം എനിക്ക് തൃപ്തിയായടാ. എന്റെ കൊച്ചു കുട്ടില്ലേ, എനിക്ക് ഈ വീട്ടിൽ നിന്നെ പോലൊരു മകനുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ദൈവ ശാന്തമേടത്തി ഇത് കുറച്ച് വരാല കൊട്ടംപുള്ളിയിട്ട് വെച്ച കല്ലക്കും വരണം മിസ്റ്റർ ചൂടൻ. വിനാശകാലെ വിപരീതമതേ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ നാടിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യണമെന്നാണ്. അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഈ കാരണവരും ഈ തന്നുപിടികൂടി എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇറ്റ്സ് പോസിബിൾ, ഇംപോസിബിൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ഗുരുദൈവം പറഞ്ഞത് എന്റെ പൊന്നും മാമച്ച. ഇത് ഞാൻ ഗോവയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന പൈസ. ഇതിന് ചായ കൊണ്ട് വീട്ടിൽ കടിക്കുന്ന പട്ടി കൊണ്ട് എന്ത് പകരം എന്തൊക്കെ മറക്കണം. എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി. എന്തു നടിയത്? ഏൽപ്പിച്ച കാര്യം എന്താ? പിച്ചക്കാര്യം അല്ലടി, ഏൽപ്പിച്ച കാര്യം. ഏട്ടന് ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കോരന് കുമ്പിളി തന്നെ കഞ്ഞി എന്നാണല്ലോ പ്രണാമം. എന്റെ മകളാറ് ഭാരത്തൊന്ന് പൊട്ടി വീണതാ. അതോ കയ്യും കണ്ണക്കാലും 4 മീതുണ്ടാ. ഞാൻ എന്റെ ക്വാളിഫിക്കേഷനുമായി ഞാനങ്ങ് പാമ്പയ്ക്ക് പോവുകയാണ്. അവിടെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ മോളി ശോഭി, നിനക്ക് ഞാൻ ആനയെ വാങ്ങിച്ചു തരും. കുതിരയെ എന്റെ മനസ്സിലായ ക്രിസ്പി ജിസ്പി അല്ല ക്രിസ്പി. ഇതിന് ചീപ്പാണ് ടിസ്പി. എങ്ങനെ എപ്പ അപ്പണ്ണ ചില ആളുകൾ പറയുന്ന നിങ്ങൾ എന്തോ തടയത് വിദ്യാപിരിക്കിട്ട് ദുർഗുണ്ടോ വാങ്ങിച്ചു വെക്കാൻ ദീർഘം അളിയ എന്തൊക്കെ പരിപാടിയായിരുന്നു. എല്ലാം തമാർപ്പണം.
எனக்கும் பரம்பழக்கிட்ட இந்த வாழ் கொண்டு உன் கழுத்தை அறுத்து நடத்தது. അല്ല മിസ്റ്റർ പെരേര ഇതൊക്കെ മൂന്നെണ്ണല്ല ആയതുകൊണ്ട് നിന്നെ വിടുവിക്കാനും അമ്മക്കുട്ടി ചിരിക്കരുത്, ക്ലിപ്പ് ഞാൻ. ഒരു കാര്യം പറയട്ടോ, ഇവന്മാരെ കൊണ്ട് എന്റെ വീടിന്റെ പടിയേറിയട്ടല്ലേ നിന്റെ മുട്ടുകാലി അതിലൊടുക്കും. മോഹനവില്ലി അമ്മേ, അർജുനന്റെ ഫ്ലക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ കൂടെ കൊടുക്കാമോ? നല്ലല്ലേ അമ്മേ? കോപത്തേക്ക് മനസ്സുകൊള്ളതാ വെളിയുള്ള നക്കിട്ട് പോയപ്പോ നടിക്കാതെ പാത്രക്ക് ശിവജി പാത്രക്ക് കമല പാത്രക്കാണ് ഉണ്ട് വല്ല പാക്ക് വീണ്. എന്താ എന്റെ മകൾക്ക് വാശി പാടില്ലെന്നാ? അവളൊരില്ലാത്തവന്റെ മകളാണെന്ന്. ഈ കുടുംബത്തിനൊരു പെൺകുട്ടിയുടെ ശാപമുണ്ട്. അത് തീർക്കാതെ കുട്ടികൾ കളിക്കാൻ കളിപ്പാട്ടമല്ലത്. സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ചോര വരും. അമ്മേ അമ്മേ, പുത്തൂരും വീട്ടിൽ ജനിച്ചവരെല്ലാവരും നല്ല തങ്കത്തിന്റെ നടാണ് അമ്മേ. അല്ലത് എന്ത് താമരശ്ശേരി ചായ അത് കലക്കി കിടക്കി തിമിർത്തു. മാധവൻ APS മരട്ട പൊളിറ്റീഷ്യനെ ആ എന്ത് അത് ദേ ഒരുമാതിരി പോകിരിതരം പറയണത്. ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഇവിടെ മനുഷ്യരിയ്ക്കണു. എല്ലാം മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങള്. ഇടാ നീ വട്ട കൊടുത്തത് ഇവിടത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തു പോയി പറഞ്ഞിട്ട് കൃഷ്ണ ഞങ്ങളുടെ ഗംഗയുടെ നിങ്ങളുടെ വെറുതെ വിളിച്ച കണ്ടപ്പോടെങ്കിലുണ്ട്. കൊച്ചി പഴയ കൊച്ചിലായിരിക്കാം. ബിലാല് പഴയ ബിലാൽ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയാം, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ചിലപ്പോ പൊളിക്കും, ചിലപ്പോ പണിയും. വൈഖയായിരുന്നു എന്റെ ജീവിതത്തിലെല്ലാം. ഒരു അച്ഛന്റെ രോധനം. ശരിയാ, പറമ്പിലെ അടക്കയുടെയും തേങ്ങയുടെയും കണക്കും നോക്കാൻ ഏട്ടൻ വന്നിട്ടില്ല. പക്ഷെ വീട്ടിൽ ഞാൻ മാനുവല്ലെങ്കിൽ ചിലരിനെ ആനുവല്ലെങ്കിൽ എന്ന് വിളിക്കും. എന്റെ ഭാര്യ അവളങ്ങ് അമേരിക്കയില്ല. നേരെ തിരുമേനി ഈ ചെമ്പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. അടിച്ചതാരടാ? ആണ്ടവനോ അത് സേടിച്ചിയോ? അടിച്ചതല്ല, ആരും ചവിട്ടിയതാ. എന്റെ ഈശോയെ, ഇവിടെ ഇരിഞ്ഞാലക്കൂടെ അഭിമാനമായ ജോഷി ഇവിടെ ഇരിക്കുമ്പോ നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക് എല്ലാവരും ചേർന്ന്. നമ്മുടെ രഞ്ജീവിനെ നമ്മുടെ ഡോക്ടർ ഒന്ന് ആദരിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്. ആദരവനായി രഞ്ജീവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പലരുടെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അത് ആ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പല രീതിയിലാവും. നമുക്ക് അജയേട്ടനെ ഞാനൊന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അജയേട്ടൻ എവിടെയാ? അജയേട്ടൻ പ്ലീസ്. അജയേട്ടൻ കൂടി ചേർന്നാണ് കൊടുത്തേ. ഓക്കെ, ഇങ്ങോട്ട് തിരിഞ്ഞു അജയേട്ടൻ. ഓക്കെ, ഒരു നല്ല കയ്യടി ആവട്ടെ നമുക്ക്. ഓക്കെ,